ഗ്ലോബൽ മാർക്കറ്റിനെയും ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. ഇനി അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന 2 സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് ട്രെൻഡ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.5% ഇടിഞ്ഞ് 5233 ക്ലോസിംഗ് നൽകി. 1.86 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 96.23, ഡിവിഡൻഡ് യിൽഡ് 0.061%. 52 വീക്കിലോ 3843, 52 വീക്ക് ഹൈ 8345. 52 വീക്ക് ഹൈയിൽ നിന്നും 25%-ലേറെ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു സ്റ്റോക്കാണ് ട്രെൻഡ് ലിമിറ്റഡ്. ട്രെൻഡ് ലിമിറ്റഡ് എന്ന കമ്പനി ഹൈപ്പർ മാർക്കറ്റ് ബിസിനസ്സിലേക്ക് കൂടി അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഇതിനു മുന്നോടിയായിട്ടുള്ള ഒരു ചുവടെന്ന വണ്ണം കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ ബൂക്കർ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി THPL സപ്പോർട്ട് സർവീസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ 100% സ്റ്റേക്കുകൾ 166 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. ഇവിടെ കമ്പനി അതിൻ്റെ വെയർഹൗസ് ഓപ്പറേഷൻസും സർവീസ് സെക്ടറിലെ ഓപ്പറേഷൻസും ഇംപ്രൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 166 കോടി രൂപയ്ക്ക് ഈ അക്വിസിഷൻ നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിലും ട്രെൻഡ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ട്രെൻഡ്സിൻ്റെ പെർഫോമൻസ് മികച്ചതായിരുന്നു. സെയിൽസ് 3467 കോടിയിൽ നിന്നും 4657 കോടിയിലേക്ക് കമ്പനിക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചു. പ്രോഫിറ്റ് 371 കോടിയിൽ നിന്നും 497 കോടിയിലേക്ക് കമ്പനി ഉയർത്തുകയും ചെയ്തു. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 68%, പ്രോഫിറ്റ് ഗ്രോത്ത് 101%, ROE 15%-അടുത്ത്. മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ ട്രെൻഡിന് 5000 രൂപയ്ക്ക് അടുത്ത് സപ്പോർട്ട് ലഭിച്ചതായിട്ട് കാണാൻ സാധിക്കും. വീക്ക്ലി ക്യാൻഡിൽ പാറ്റേണിൽ ഇത് കൂടുതൽ വ്യക്തമാകും. കഴിഞ്ഞ 4 ആഴ്ചയായി സ്റ്റോക്കിന് 5000-ന് മുകളിൽ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. റീസെൻ്റ്ലി 5200-ന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുമുണ്ട്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ ദീർഘകാലത്തേക്ക് ട്രെൻഡ് പോലുള്ള സ്റ്റോക്കുകളിൽ പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. രണ്ടാമത്തേത് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 10%-ഓളം ഉയർന്നു. ഡിഫൻസ് സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ മിലിറ്ററി സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഡിഫൻസ് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് കൂടുതൽ ഓർഡറുകൾ ലഭിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് മസഗോൺ ഡോക്ക്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, GRC പോലുള്ള ഒട്ടുമിക്ക ഷിപ്പ് മാനുഫാക്ചറിംഗ് കമ്പനികളും ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. കൂടാതെ ഡിഫൻസ് ഇൻഡെക്സ് തന്നെ 5%-ഓളം ഉയരുകയും ചെയ്തു. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ 1 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. വാല്യൂഷൻ 38.53, 52 വീക്ക് ഹൈ 2930. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനി എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഇന്ത്യൻ നേവിയുടെ സ്കോർപിയോൺ ക്ലാസ് സബ്മറൈനുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ആരംഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. ഇവിടെ ഈ ഇൻസ്റ്റാളേഷന് ആവശ്യമായിട്ടുള്ള എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൻ്റെ പ്രൊഡക്ഷനാണ് കമ്പനി ആരംഭിച്ചിരിക്കുന്നത്. 2004-ലായിരുന്നു മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനിക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും 2 നേവിയുടെ സബ്മറൈനുകളിൽ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി 1990 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചത്. ഈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്താൽ സബ്മറൈനുകളുടെ ഓപ്പറേഷണൽ കപ്പാസിറ്റിയും എൻഡുറൻസും ഇംപ്രൂവ് ആകും. ഇത് DRDO തന്നെ ഡെവലപ്പ് ചെയ്ത ആത്മനിർഭർ ഇനിഷ്യേറ്റീവിൻ്റെ സ്കീമിൽ ഡെവലപ്പ് ചെയ്ത ഒരു ടെക്നോളജിയാണ്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ മസഗോൺ ഡോക്ക് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. കൂടാതെ ടെക്നിക്കലിയും സ്റ്റോക്ക് വളരെ അട്രാക്റ്റീവ് ലെവലിലാണ്. റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ ആൾറെഡി വന്നു കഴിഞ്ഞു. 2950 രൂപയിൽ നിന്നും സ്റ്റോക്കിന് 2000-നടുത്ത് സപ്പോർട്ട് ലഭിക്കുകയും അവിടെ നിന്നും റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്ത് സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുകയുമാണ്. 2950, 3000 തുടങ്ങിയ ലെവലുകളാണ് പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്